നമസ്കാരം സാർ. സാർ, ഈ ദിലീപിന്റെ വിഷയം വന്നപ്പോൾ, നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ദിലീപിന്റെ വിഷയം വന്നപ്പോൾ ദിലീപിനെ ആദ്യം 13 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. അന്നത് വലിയ വാർത്തകളിലൊക്കെ നിറഞ്ഞതാണ്. പിന്നീട് ദിലീപിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളൊക്കെ കണ്ടത്. അതായത് ദിലീപ് എവിടെ പോയാലും എന്ത് ചെയ്താലും അതൊക്കെ വാർത്തയാകുന്ന ഒരു രീതി. പലരും ദിലീപ് ഗൂഢാലോചനയിലുണ്ട്, ആ നടിയെ ആക്രമിച്ചത് ദിലീപിൻ്റെ അറിവോടെയാണ്, ദിലീപാണ് അതിന് കൊട്ടേഷൻ കൊടുത്തത് എന്നൊക്കെ പറയുന്നു. അതൊക്കെ കോടതിയിലിരിക്കുന്ന കാര്യമാണ്. ഈ ദിലീപിനെ ക്രൂശിച്ചവർ എന്തുകൊണ്ടാണ് ഈ റിമ കല്ലിങ്കലിനെതിരെയും ആഷിഖ് അബുവിനെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിട്ടും അത് മുഖവിലക്കെടുക്കാതെ, പ്രത്യേകിച്ച് ദിലീപിനെ ക്രൂശിക്കുന്ന ഒരു മാധ്യമം ഇവിടെയുണ്ട്, ദിലീപിൻ്റെ എന്ത് വാർത്തയും കൃത്യസമയത്ത് പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുന്ന, അതായത് ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾ എന്ത് വന്നാലും അത് കൃത്യസമയത്ത് പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുന്ന ഒരു മാധ്യമം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇവരാരും ലഹരി ഉൾപ്പെടെയുള്ള പെൺകുട്ടികളെ ചൂഷണം ചെയ്യപ്പെടുന്ന പാർട്ടികൾ നടക്കുന്നു എന്ന വലിയ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും എന്തുകൊണ്ട് അതിന്മേൽ നടപടിയെടുക്കാനോ അത് വാർത്തയാക്കാനോ ആരും തുനിയുന്നില്ല? അപ്പോൾ ദിലീപാണോ ഈ മാധ്യമങ്ങളുടെ ഒക്കെ അല്ലെങ്കിൽ കുറച്ചാളുകളുടെ ഒക്കെ ഒരു ടാർഗറ്റ്? നേരത്തെ തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അതായത് അക്ഷരാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 7 വർഷം കോടതികളും അതുപോലെ തന്നെ മറ്റ് നിയമ സംവിധാനങ്ങളൊക്കെ വലിയ ഒരു പൂച്ചുവിലങ്ങ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ദിലീപിനെ നിശബ്ദമാക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ദിലീപിനെതിരെ നടന്നു വന്നിട്ടുള്ളത്. ഈ തുടർച്ചയായി 7 വർഷവും ഇപ്പോഴും ഇതിന്റെ വിചാരണ പൂർത്തിയാകാതെ ഇതിങ്ങനെ നീണ്ടു പോവുകയായിരുന്നു. അതിനിടയിൽ അക്ഷരാർത്ഥത്തിൽ ഒരു റിലീഫ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഹേമ കമ്മിറ്റിയെ അല്ലെങ്കിൽ ആ കമ്മിറ്റി റിപ്പോർട്ടിനെ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെടുത്തി കാണുന്നത്. കാരണം ഈ ആക്ട്രസ് അസോൾട്ട് കേസുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ AMMAയിൽ നിന്ന് ഒരു പറ്റം ആളുകൾ അവിടെ ജെൻഡർ ഇനീക്വാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്ത്രീപക്ഷ സംഘടന രൂപീകരിക്കുകയും ആ സംഘടന ദിലീപിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ദിലീപിന്റെ കേസുമായി മുന്നോട്ട് പോയി ദിലീപിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പലവിധ ആരോപണങ്ങൾ ഞങ്ങളെ പോലുള്ള ആളുകൾ ഉന്നയിച്ചിരുന്നു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ കാണുന്നു, പരാതി ഉന്നയിക്കുന്നു. ഈ WCC എന്ന് പറയുന്ന സംഘടനയിലെ തന്നെ ഒരു ഫൗണ്ടർ മെമ്പറായിട്ടുള്ള ആൾ തന്നെ ആദ്യം ഇതിൽ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട് എന്ന് മുഖ്യമന്ത്രിയെ പോലും തള്ളിക്കൊണ്ട് ഇത് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഹേമ കമ്മിറ്റി വരുന്നു. ഹേമ കമ്മിറ്റി വരുമ്പോൾ ഈ ഒരു പറ്റം ആളുകൾ ഈ ദിലീപിനെ ഒറ്റയ്ക്ക് നിർത്തി ടാർഗറ്റ് ചെയ്ത് സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികമായും ഒക്കെ ആ മനുഷ്യനെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വന്ന ഒരു പറ്റം ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ റിപ്പോർട്ടിൽ ആദ്യം മുതൽ ഒടുക്കം വരെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ദിലീപ് ഉണ്ടാകും, ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ പറയുന്ന ഈ പവർ ഗ്രൂപ്പ് ദിലീപ് ഉണ്ടാകും, ഈ ലൈംഗിക ആക്രമണ കേസുകളിൽ മറ്റു മൊഴികൾ ദിലീപിനെതിരായിട്ട് വരും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ പുറത്തു വന്ന 235 പേജുള്ള ഈ റിപ്പോർട്ടിൽ എവിടെയെങ്കിലും ആക്ട്രസ് അസോൾട്ട് കേസ് വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കേസാണ്, അതിനെ കുറിച്ച് ഒരു വരി പറഞ്ഞു പോകുന്നത് എന്നല്ലാതെ എവിടെയും ദിലീപിനെ കുറിച്ച് പറയുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ ദിലീപിന് മൊഴി മാറ്റാൻ ശ്രമിച്ച കേസിൽ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി കോടതികൾ പോലും, സുപ്രീം കോടതി പോലും അത് തള്ളിയതാണ്. ബിന്ദു പണിക്കർ ഉൾപ്പെടെ മൊഴി മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം, അതിന്റെ വിധിയും നിലനിൽക്കുന്നുണ്ട്, സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ വിധി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു തെളിവും ഈ മൊഴി മാറ്റാൻ വേണ്ടി സാക്ഷികളെ സ്വാധീനം ചെയ്ത ഒരു തെളിവുമില്ല എന്ന് കോടതികൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പവർ ഗ്രൂപ്പിന്റെ തലവൻ ദിലീപാണ്, ദിലീപ് മൊഴി മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പഴയ കുപ്പിയിലെ വീഞ്ഞെടുത്തിട്ട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ മാധ്യമം വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ഇതിനിടയിൽ ഈ ഹേമ കമ്മിറ്റിയുടെ ഉള്ളിലേക്ക് തിരികെ കയറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. നിലവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിധിയിലുള്ള ഒരു കേസിൽ പ്രതിയാണ് ഈ മാധ്യമം. അതായത് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പറഞ്ഞ് ബാലചന്ദ്രകുമാർ വന്ന് വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ആ കേസിലെ വിറ്റ്നസ് ആയിട്ടുള്ള ബാലചന്ദ്രകുമാർ ഉൾപ്പെടെ ആദ്യം വന്ന് മൊഴി കൊടുത്തിട്ടുള്ളത് ചാനലിൽ ഇരുന്നുകൊണ്ടാണ്, ചാനൽ ജഡ്ജിമാർക്കാണ്. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് ബാലചന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നത്. അത്തരത്തിൽ പാരലലായി സമാന്തര മാധ്യമ വിചാരണ എന്നുള്ള രീതിയിൽ തന്നെ ഈ മാധ്യമം വളരെ ടാർഗറ്റഡ് ആയിക്കൊണ്ട് ദിലീപിനെതിരെ ഇടപെട്ടു എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശവും ഈ മാധ്യമത്തിനെതിരെ എടുത്തിട്ടുള്ള കേസുകളും.
അപ്പോ ഇവർക്ക് ദിലീപ് എന്നുള്ള ഒരു വ്യക്തി മുന്നിലുണ്ട്. ദിലീപിനെ ഇല്ലാതെയാക്കുക, ദിലീപിനെ എല്ലാ രീതിയിലും ഇല്ലാതെയാക്കുക. ഇനി കേസിന്റെ വിധി വരുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയാൽ പോലും സാമൂഹികമായി ആ സമയത്തേക്ക് ദിലീപ് എന്നുള്ള വ്യക്തിയും സിനിമാ നടനും അതിശക്തനായിട്ടുള്ള ഈ മേഖലയിലെ ഒരാളെന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ നെയിമും ഫെയിമും പ്രശസ്തിയും എല്ലാം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സിനിമയിലെ ഒരു വിഭാഗം ആളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തരത്തിലും ഈ സിനിമയിലുള്ള ഈ മേഖലയിലുള്ള ലഹരി മാഫിയയ്ക്ക് ചൂട്ടുപിടിക്കാത്ത ഒരാളാണ് ദിലീപ് എന്ന് പറയുന്നതാണ്. കുടുംബ പ്രേക്ഷകർ, സ്ത്രീജനങ്ങൾ ഇന്നും ഈ കേസ് ഉണ്ടായതിനു ശേഷവും ശക്തമായിട്ട് ഒരു വലിയ വിഭാഗം സ്ത്രീജനങ്ങൾ, ഒരു വലിയ വിഭാഗം കുടുംബ പ്രേക്ഷകർ സിനിമയായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണെന്നുണ്ടെങ്കിലും ഈ കേസിൽ നിഷ്പക്ഷമായ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അഗ്നിശുദ്ധി വരുത്തി ദിലീപിന് പുറത്തു വരാൻ കഠിനം വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിലുടനീളം ഒരു പെറ്റി കേസിൽ പോലും അദ്ദേഹം പ്രതിയായിട്ടില്ല, അങ്ങനെ ഒരു ആന്റിസിഡൻസ് ഇല്ല, ഏതെങ്കിലും ലഹരി മാഫിയയ്ക്ക് വളം വെച്ചു കൊടുത്തു എന്നുള്ള ഒരു ആരോപണമില്ല. എന്നാൽ സമാന്തരമായി ഇങ്ങനെ ഈ പറയുന്ന പീഡന മാഫിയേക്കാൾ, ഈ പറയുന്ന പവർ ഗ്രൂപ്പിനേക്കാൾ വലിയൊരു ലഹരി മാഫിയ ഈ സിനിമാ മേഖലയിലുണ്ട്. അതന്ന് അമ്മയുടെ ഭാരവാഹി സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ ടിനി ടോമിനെ പോലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ആളുകൾ തുറന്നു പറയാനും ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം മഹാരാജാസിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ബ്രാൻഡ് അംബാസിഡറാണ് ലഹരി വിമുക്ത ക്യാമ്പയിനിന്റെ, എക്സൈസ് വകുപ്പിന്റെ. അദ്ദേഹം തുറന്നു പറഞ്ഞു, എന്റെ മകനെ ഞാൻ സിനിമയിലേക്ക് കൊണ്ടുവരാത്തത് ഭയന്നിട്ടാണ്. ഒരു പ്രമുഖ നടന്റെ പല്ല് പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സിന്തറ്റിക് ലഹരികൾ വ്യാപകമായിട്ട് സിനിമാ മേഖലയിലുണ്ട് എന്നുള്ളത്. അതേസമയം ഹേമ കമ്മിറ്റിയും അത് അടിവരയിട്ട് പറയുന്ന രീതിയിലല്ല റിപ്പോർട്ട് പുറത്തിറക്കിയത്. എന്തൊക്കെയാ പറയുന്നത്? ഈ പറയുന്ന പീഡിപ്പിക്കുന്ന ആളുകൾ, പീഡകർ, റേപ്പിസ്റ്റുകൾ ഉള്ളത് പോലെ തന്നെ, ആക്ടിംഗ് കോച്ച് ഉള്ളത് പോലെ തന്നെ അതിശക്തമായ ഈ ലഹരി മാഫിയ ഈ പറയുന്ന സിനിമാ മേഖലയെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണെന്ന് പറയുന്നു. തുടർച്ചയായിട്ടുള്ള ആരോപണം നേരിടുന്ന ഈ പറഞ്ഞിരിക്കുന്ന റീമ ഖലീലിനെയും ആഷിഖ് അബുവിനെയും പോലുള്ള ആളുകൾക്കെതിരെ ഒരു കേസ് കൊടുക്കുകയും നിരവധി സംഘടനകൾ കേസുമായിട്ട് മുഖ്യമന്ത്രി സമീപിക്കുകയും അതിനെ തുടർന്ന് അന്വേഷണം പ്രഖ്യാപിക്കുകയും അന്വേഷണം നടക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ മാധ്യമങ്ങൾ ഏതെങ്കിലും രീതിയിൽ ചർച്ചയാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും മാതൃഭൂമി പോലുള്ള മാധ്യമങ്ങളിൽ അത് ഒരു തവണ വന്നു, അത് 10 മിനിറ്റിനുള്ളിൽ അത് റിമൂവ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാകും. അപ്പോ മട്ടാഞ്ചേരി മാഫിയകൾക്ക്, ലഹരി മാഫിയകൾക്ക് പറഞ്ഞോളൂ സർ. അല്ല, ഈ ലഹരി മാഫിയകളിലേക്ക് മറയാക്കിക്കൊണ്ട് ഈ പറയുന്ന 1-2 പ്രമുഖന്മാരുടെ പേര് പറഞ്ഞൊരു പവർ ഗ്രൂപ്പും അതുപോലെ തന്നെ ദിലീപിനെ മുന്നിൽ വെച്ചുകൊണ്ട് ദിലീപ് ആണ് ഈ പവർ ഗ്രൂപ്പിന്റെ തലവനെന്നും ദിലീപാണ് ഈ സിനിമാ മേഖലയെ മുഴുവൻ കുഴപ്പക്കാരനും എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അത് ആസൂത്രിതമായിട്ട് നേരത്തെ നടക്കുന്നുണ്ട്. അതിന്റെ മറവിലാണ് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ആളുകളുടെ ലഹരി കച്ചവടം. അത് മാത്രമാണ് ആരോപണം. ലഹരി കച്ചവടത്തിന്റെ മറവിൽ പെൺകുട്ടികളെ ഉൾപ്പെടെ, സിനിമാ മേഖലയിലുള്ളവരെ ഉൾപ്പെടെ ചൂഷണത്തിന് ഇരയാക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു മാധ്യമത്തിലും ചർച്ചയായില്ല എന്ന് മാത്രമല്ല, അത് ഒരു മതത്തിന്റെ പേരിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളൊക്കെ, അല്ലെങ്കിൽ മതപരമായി താൻ വേട്ടയാടപ്പെടുകയാണ്, തന്റെ മതം ഇതായതുകൊണ്ടാണ് താൻ വേട്ടയാടപ്പെടുന്നത് എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലേക്ക് വരെ ആഷിഖ് അബുവിന്റെ ഒരു നിലപാട് എത്തി എന്നുള്ളതാണ്. അതും ചർച്ചയായില്ല പിന്നീട്. കാരണം ഈ വിഷയത്തിൽ ആദ്യമായി പരാതിയായി പോയത് യുവമോർച്ചയാണ് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. അതിനെ തുടർന്നാണ് അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. എന്റെ ഒരു പരാതി സംസ്ഥാന എക്സൈസ് കമ്മീഷണറുടെ മുമ്പാകെ നിൽക്കുന്നു. അതിൽ കമ്മീഷണർ ഉത്തരവിട്ടതിന് പ്രകാരം അഡീഷണൽ എക്സൈസ് കമ്മീഷണർ വിജിലൻസ് എറണാകുളം ഇപ്പൊ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ സമാന്തരമായി നടക്കുന്നുണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ടിലും അത് പറയുന്നുണ്ട്. പക്ഷേ ഒരു സദാചാരവാദികൾക്കും ഒരു ആൾക്കൂട്ടത്തിനും ഒരു കേരളീയ പൊതുസമൂഹത്തിനും അത് ചർച്ചയാക്കേണ്ടതില്ല, അവരുടെ വാർത്തകൾ കൊടുക്കേണ്ടതില്ല. അഥവാ കൊടുത്താൽ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ റിമൂവ് ചെയ്യാൻ അറിയാം. അത്തരത്തിലുള്ള ഒരു ആരോപണം പോലും ഒരു മലയാളിയെയും സ്പർശിക്കുന്നില്ല എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടലുളവാക്കുന്ന ഒന്നാണ്. സർ, ഈ ദിലീപിന്റെ വിഷയം വന്നപ്പോൾ ഈ WCCയുടെ ഒരു സ്ഥാപക അംഗം തന്നെയാണ് ഒരു പൊതുവേദിയിൽ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. പിന്നീട് ഈ സ്ഥാപക അംഗ WCCയിൽ നിന്ന് മാറുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല, ഇത്തരം ആരോപണങ്ങൾ വന്നിട്ട്, അതായത് ഈ ലഹരി മാഫിയ വിളയാടുന്നു മലയാള സിനിമയിൽ, ഇവരുടെയൊക്കെ വീടുകളിൽ ഇത്തരത്തിൽ ലഹരി പാർട്ടികൾ നടക്കുന്നു, പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നു, ഒരു ചോക്ലേറ്റ് പോലും കഴിക്കാൻ ഭയമാണ് അവിടെ എത്തുന്നവർക്ക് എന്ന് പറയുമ്പോൾ അത് ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഗൂഢാലോചന നടിയെ ആക്രമിച്ച കേസിൽ നടന്നു എന്ന് പറഞ്ഞവർ എന്തുകൊണ്ടാകും ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്തത്?
അല്ല അതില് അത് കേരളീയ പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമുക്കറിയാം ഇത് ഏതെങ്കിലും സിനിമാ മേഖലയിലുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയോ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയോ ഇക്വാലിറ്റിക്ക് വേണ്ടിയോ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടിയോ ഒന്നും അല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കാരണം ഈ പറയുന്ന വനിതകളുടെ കൂട്ടായ്മയാണെങ്കിൽ പോലും അതിന് ഒരു തരത്തിൽ പരോക്ഷമായി മുന്നോട്ട് നയിച്ചിട്ടുള്ളത് ആഷിഖ് കപൂറിനെ പോലുള്ള ചില കേന്ദ്രങ്ങളാണ് കൃത്യമായിട്ട് അതിനെ നയിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി മുമ്പാകെ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോ ഈ ഫൗണ്ടർ ആയിട്ടുള്ള അവർ പറഞ്ഞത് സിനിമാ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. മറ്റൊരംഗം, പ്രമുഖ അംഗം കഴിഞ്ഞ ദിവസം മീഡിയയുടെ മുമ്പിൽ സംസാരിച്ചപ്പോൾ ആരോ ചോദിച്ചു താങ്കൾക്ക് എന്തെങ്കിലും അനുഭവം നേരിടേണ്ടി വന്നിട്ടുള്ളത്. അവർ അതിന് പ്രതികരിച്ചത് ഛേ എന്ന് പറഞ്ഞിട്ട് അത് വിട്ടുകളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ദിവ്യ ഗോപിനാഥിനെ പോലുള്ള അതിലെ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെ അലയൻ സിയറിനെ പോലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നടൻ തന്നെ ആക്രമിച്ചു അല്ലെങ്കിൽ തന്നെ ഒരു ചൂഷണത്തിന് ഉള്ള രീതിയിൽ വന്നു എന്ന് പറഞ്ഞപ്പോ ഇത് മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ എന്ന് WCC ഈ ദിവ്യ ഗോപിനാഥിനോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ പറഞ്ഞു വന്നത് ഈ ദിലീപ് എന്നുള്ള ഒരാള് ദിലീപ് അതും ആ അതിജീവിതയോടുള്ള ഐക്യദാർഢ്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതല്ല അതിലെ യാഥാർത്ഥ്യം. ദിലീപ് എന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് വേട്ടയാടാൻ വേണ്ടി ഒരു പക്ഷം സംഘടിതമായി അതില് ഈ പറഞ്ഞ ആഷിഖ് കപൂറിനെ പോലുള്ള ആളുകളുണ്ട്. പക്ഷെ അതിന്റെ നേതൃത്വം എന്ന് പറയുന്നത് സ്ത്രീകളാണ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ സംഘടനയാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയം താങ്കൾ പറഞ്ഞ പോലെ ലഹരി മാഫിയ, വീടുകളിൽ ലഹരി പാർട്ടി, ചോക്ലേറ്റ് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഈ പറയുന്ന സെറ്റുകളിൽ ലഹരിയുമായിട്ട് വന്ന് അത് കൊടുത്തുകൊണ്ട് ചൂഷണത്തിന് ഇരയാക്കുക എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇവർക്കൊക്കെതിരെ നേരത്തെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുള്ള ആളാണ്. ഈ പറയുന്ന സംശയത്തിന്റെ നിഴലിലായിട്ടുള്ള ആളുകളാണ് ഇവർ. പക്ഷെ ഇവർ ഫെമിനിസ്റ്റുകളാണ്, തങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ദിലീപിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പെരുമാറുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അത് തിരിച്ചറിയാൻ കുറച്ചുകൂടെ സമയമെടുക്കും പൊതുസമൂഹം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും ഈ പറഞ്ഞ പോലെ ചില സംഘടനകൾ എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച വേണം, അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നുള്ളത് സ്വാഗതാർഹമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പവർ ഗ്രൂപ്പ് ഉണ്ട് സിനിമയിൽ എന്നുള്ളത് ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞു. മോഹൻലാലിനെ പോലുള്ള അമ്മയുടെ മുൻ പ്രസിഡന്റ്, മമ്മൂട്ടിയെ പോലുള്ള പ്രമുഖ നടൻ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഭാരവാഹികളൊക്കെ പവർ ഗ്രൂപ്പ് ഉള്ളതായി ഞങ്ങൾക്ക് അറിയില്ല, 10-49 വർഷമായി ഞങ്ങൾക്ക് സിനിമയിൽ, 50 വർഷത്തിൽ മുകളിലായി ഞങ്ങൾക്ക് സിനിമയിൽ വന്നിട്ട് എന്നൊക്കെ പറയുമ്പോൾ കേരള പൊതുസമൂഹം അവരെ, മാധ്യമങ്ങൾ പ്രത്യേകിച്ച് വേട്ടയാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങളല്ലേ പവർ ഗ്രൂപ്പിന്റെ തലവൻ, അല്ലെങ്കിൽ ഇന്ന ആളുകളാണ് പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ നേതൃത്വത്തിലാണ് ഗുണ്ടായുസങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന പീഡനങ്ങളും ലഹരി ഇടപാടുകളൊക്കെ നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹം വലിയ ചർച്ചയാക്കി. എന്നാൽ ആഷിഖ് കപൂറിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ, ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം വന്നപ്പോൾ ആഷിഖ് കപൂർ ആദ്യം പറഞ്ഞത് എന്താ? സിനിമയിൽ ലഹരി ഉപയോഗമില്ല, ഏതെങ്കിലും തരത്തിൽ ലഹരി ഇടപാടുകൾ സിനിമാ മേഖലയിൽ ഇല്ല എന്ന് ആഷിഖ് കപൂർ പത്രക്കാരോട് പറഞ്ഞു. വലിയ ചില കോണിൽ നിന്നെങ്കിലും അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, എന്റെ സെറ്റിൽ ഇതുവരെ ലഹരി ഉപയോഗം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ ആഷിഖ് കപൂറിന്റെയും ഭീമ കല്യാണിന്റെയും WCCയുടെ അഭിപ്രായത്തിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്, കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, ലഹരി ഉപയോഗമില്ല. എന്തിനാണ് ഹേമ കമ്മിറ്റി എടുത്തു പറഞ്ഞിട്ടുള്ള ലഹരി ഉപയോഗം എന്നുള്ള കാര്യം ഇവർ നിസ്സാരവൽക്കരിക്കുന്നത്? ഇല്ല എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്? കാരണം ആ ലഹരി മാഫിയ എന്ന് പറയുന്നത്, മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത്, അതിൽ നേതൃത്വം നൽകുന്ന ആളുകൾ ഇവരുടെ തലവന്മാരാണ്. ആ ആളുകളാണ് പറയുന്നത് ഇതില്ല എന്നുള്ളത്. അപ്പോ ഒരു വിഭാഗം പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നു, ഒരു വിഭാഗം ലഹരി ഇല്ല എന്ന് പറയുന്നു. അപ്പം ഇതൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് എവിടെ നിന്നാണ് ഹേമ കമ്മിറ്റിയിലെ ശാരദയ്ക്കും ഹേമ കമ്മിറ്റിക്കും അതുപോലെ തന്നെ മുൻ ബ്യൂറോക്രാറ്റിനും ഒക്കെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് പൊതുസമൂഹം ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം. വളരെ വ്യക്തമാണ് സാർ. എന്തായാലും നമ്മൾ വളരെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് സിനിമാ മേഖലയിലെ ലഹരിയുമായി ബന്ധപ്പെട്ടത്. അതിൽ കൃത്യമായ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകണം. താങ്കളുടെ പരാതിയിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി. താങ്ക് യു.